ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അപ്പുവും ആമയും എന്ന ഭാഗമാണ്. നമുക്ക് അപ്പുവും ആമയും കേൾക്കാം. അപ്പുവും ആമയും. പുഴയുടെ കരയിലായിരുന്നു അപ്പുവിൻ്റെ വീട്. ഒരു നാൾ പുഴക്കരയിലൂടെ വരികയായിരുന്ന അപ്പുവിൻ്റെ അച്ഛന് ഒരു ആമയെ കിട്ടി. നാട്ടിൽ സർക്കസ് നടത്തുന്ന കമ്പനിയിൽ ആമയെ കൊടുത്താൽ നല്ല വില കിട്ടും. അപ്പുവിൻ്റെ അച്ഛൻ ആമയെ ഒരു കൂട്ടിൽ അടച്ചു വച്ചു. തൻ്റെ കഥ കഴിഞ്ഞല്ലോ. ആമ ദുഃഖിച്ചു. എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ ആമ കൂട്ടിൽ തന്നെ കിടന്നു. ആ സമയത്ത് അപ്പുവിൻ്റെ പിതാവ് വേഷം മാറി പുറത്തേക്ക് പോകുന്നത് ആമ ശ്രദ്ധിച്ചു. അപ്പോഴാണ് കൂട്ടിൽ കിടക്കുന്ന ആമയെ അപ്പു കണ്ടത്. അപ്പു കൂടിനടുത്തേക്ക് നടന്നു. അപ്പുവിനെ കണ്ടപ്പോൾ ആമ ചൂളം വിളിക്കാൻ തുടങ്ങി. അപ്പുവിന് അതിശയമായി. അവൻ ആമയോട് ചോദിച്ചു, എങ്ങനെയാണ് ചൂളം വിളിക്കുന്നത്? ഓ, അത് എളുപ്പമാണ്. കൂട് തുറന്നാൽ കാണിച്ചു തരാം. അപ്പു കൂട് തുറന്നു. ആമ നന്നായി ചൂളം വിളിച്ചു. ആമ പറഞ്ഞു, എന്നെ കൂട്ടിൽ നിന്നെടുത്ത് നിലത്ത് വയ്ക്കാമെങ്കിൽ നല്ല ചൂളമിട്ട് പാട്ട് പാടാം. അപ്പോ അങ്ങനെ ചെയ്തു. ആമ പാട്ടുപാടി ചൂളമിട്ട് നൃത്തം വച്ചു. ആമ പറഞ്ഞു, എന്നെ ആ നദിക്കരയിൽ കൊണ്ടുവയ്ക്കാമെങ്കിൽ നല്ലൊരു തമാശ കാണിച്ചു തരാം. അപ്പു ആമയെ ആറ്റിൻ്റെ കരയിൽ കൊണ്ടുവച്ചു. ആമ നിരങ്ങി നിരങ്ങി മണലിലൂടെ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലിറങ്ങും മുമ്പ് ആമ വിളിച്ചു പറഞ്ഞു, കുഞ്ഞേ, വളരെ നന്ദിയുണ്ട്. ആമ വെള്ളത്തിൽ തുഴഞ്ഞു പോകുന്നത് നോക്കി അപ്പു നിന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം ഈ കഥ ഇഷ്ടമായല്ലോ. എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.